Good morning students, welcome to this video. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആണ് റിലേറ്റഡ് ടു കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. Here the question is three capacitors each of value 9 pf are connected first in series and second in parallel. Okay. If the combinations are connected to a 30 volt DC supply, find out effective capacitance in each case and charge on each capacitor. Question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 picofarad capacitor സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ കണ്ടീഷനിലും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ കണ്ടുപിടിക്കുക. ഓരോ കപ്പാസിറ്ററുള്ള ചാർജും കണ്ടുപിടിക്കുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. നമ്മളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 9 picofarad കപ്പാസിറ്റർ ആദ്യമേ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, രണ്ടാമത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓരോ തവണയും നമ്മൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C=C1 + C2 + C3. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/C = 1/C1 + 1/C2 + 1/C3. അതിനുശേഷം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വി ഹാവ് ടു ഫൈൻഡ് ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററുള്ള ചാർജ് കണ്ടുപിടിക്കുക. ചാർജ് നമുക്കറിയാം ഫോർമുല Q = CV എന്ന ഫോർമുല ഉപയോഗിച്ച് Q = C × V എന്ന ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഓരോ കപ്പാസിറ്ററുള്ള ചാർജ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ 9 pf ന്റെ 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നു. ഓരോ കേസിലുമുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. കൂടാതെ ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജും കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസ് ഞാനിവിടെ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഓക്കെ, നമ്മൾ ആദ്യമേ ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ 3 കപ്പാസിറ്ററും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ. ഓക്കെ, ഇപ്പോൾ 3 കപ്പാസിറ്ററും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? ഫസ്റ്റ് കേസ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഈ 9 pf ന്റെ 3 കപ്പാസിറ്റർ പാരലൽ കണക്ട് ചെയ്യുന്നു. Then it is connected across a DC supply 30 volt. First we are connecting this 3 9 pf capacitor in parallel combination. Then this combination is connected across a 30 volt DC supply. ആദ്യം നമ്മൾ ഈ 9 picofarad കപ്പാസിറ്ററിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. കണ്ടോ, ഇത് 9 pf, ഇത് 9 pf, ഇത് 9 pf. അതിനെ 3നെയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ കോമ്പിനേഷനെ ഒരു 30 വോൾട്ട് DC സപ്ലൈക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഫോർമുല നമുക്കറിയാം. ഇൻ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് C = C1 + C2 + C3. ഈ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല C = C1 + C2 + C3. C1 9 pf, C2 9 pf, and again C3 9 pf. അപ്പോൾ C1 + C2 + C3 എന്ന് പറഞ്ഞാൽ 9 + 9 + 9 27 pf.
പി എഫ് എന്ന് പറഞ്ഞാൽ പീക്കോ ഫാരഡ് എന്നാണ്. ഒരു പി എഫ് എന്ന് പറഞ്ഞാൽ ഒരു പീക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. 1 പീക്കോ ഫാരഡ് ഈസ് ഈക്വൽ ടു 10⁻⁻12 ഫാരഡ്. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. That is C is equal to C1 plus C2 plus C3. That is equal to 9 plus 9 plus 9. That is equal to 27 pf. Next we have to find charge on a 9 pf capacitor. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു 9 pf കപ്പാസിറ്റർ അക്യൂർ ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു 9 pf കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു 9 pf കപ്പാസിറ്റർ അക്യൂർ ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കപ്പാസിറ്റർ അക്യൂർ ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ക്യൂ കാണാനുള്ള ഫോർമുല, ചാർജിന്റെ സിമ്പിൾ ക്യൂ ആണ്. ആ ക്യൂ കാണാനുള്ള ഫോർമുല C into V. ഓക്കെ, അപ്പോൾ ഒരു 9 pf കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് കാണാനുള്ള ഫോർമുല Q is equal to C into V. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കപ്പാസിറ്റർ എത്രയാണ്? 9 pf. അപ്പോൾ 9 pf കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് അല്ലെങ്കിൽ അക്യൂർ ചെയ്തിരിക്കുന്ന ചാർജ് കാണാനുള്ള ഫോർമുല Q is equal to C into V. അപ്പോൾ കപ്പാസിറ്റൻസ് ഇവിടെ 9 pf ആണ്. 9 into pf ന് പകരം നമുക്കറിയാം pf എന്ന് പറഞ്ഞാൽ 1 pf എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. അപ്പോൾ 9 into 10⁻⁻12 into V എത്രയാണ്? വോൾട്ടേജ് എത്രയാണ്? ഇവിടെ 30 ആണ്. അപ്പോൾ C into V എന്ന് പറഞ്ഞാൽ 9 into 10⁻⁻12. ഇവിടെ 10⁻⁻12 എഴുതാൻ കാരണം പീക്കോ ഫാരഡ് ആണ്. പീക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. അപ്പോൾ 9 into 10⁻⁻12 into 30. That is equal to 9 into 3 27 into ഈ 0യും 10⁻⁻12 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ 10⁻1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 27 into 10⁻11. ഓക്കെ, അപ്പോൾ C into V നമുക്ക് കിട്ടി 27 into 10⁻11. ഓക്കെ, ഇവിടെ -11 വരാൻ കാരണം 9 into 3 27, അവിടെ ബാക്കി 10 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ 10⁻1 ആണ്. 10⁻12 into 10⁻1 എന്ന് പറഞ്ഞാൽ 10⁻11. അങ്ങനെയാണ് 27 into 10⁻11 കിട്ടുന്നത്. അപ്പോൾ ഒരു 9 pf കപ്പാസിറ്റർ അക്യൂർ ചെയ്തിരിക്കുന്ന ചാർജ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് കിട്ടി 27 into 10⁻11. അപ്പോൾ ടോട്ടൽ ചാർജ്, ഇവിടുത്തെ ടോട്ടൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് കിട്ടാനുള്ള വഴി എന്താണ്? ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് 27 into 10⁻11 കൂളംബാണ്. ഓക്കെ, ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. കൂളോം. ഓക്കെ, അപ്പോൾ ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് 27 into 10⁻11 കൂളം ആണെങ്കിൽ ഇവിടെ എത്ര കപ്പാസിറ്റർ ഉണ്ട്? 3 കപ്പാസിറ്റർ ഉണ്ട്. മൂന്നിലും കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് കാണാനുള്ള ഫോർമുല എന്താണ്? 27 into 10⁻11 into 3. അപ്പോൾ എത്ര കിട്ടും? 27 into 3 81 into 10⁻11 കൂളം കിട്ടും. ഓക്കെ, 81 into 10⁻11 കൂളം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 9 pf കപ്പാസിറ്റർ അക്യൂർ ചെയ്ത ചാർജ് കാണാനുള്ള ഫോർമുല C into V. C എന്ന് പറഞ്ഞാൽ 9 into 10⁻12 into V എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 into 10⁻11 എന്ന് കിട്ടും. അപ്പോൾ ഒരു 9 pf കപ്പാസിറ്റർ അക്യൂർ ചെയ്യുന്ന ചാർജ് ഇത്രയുമാണെങ്കിൽ 3 9 pf കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 27 into 10⁻11 into 3. അപ്പോൾ we get 81 into 10⁻11 കൂളം എന്ന് കിട്ടും. അല്ലാതെ നമുക്ക്
ടോട്ടൽ ചാർജ് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. ഇത് ഒരു വഴിയാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊരു രീതിയാണ്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ചാർജ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3. ഇവിടെ ഞാൻ ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് 27 into 10 raised to minus 11 കൂളംബ് ആണെങ്കിൽ 3 കപ്പാസിറ്ററും കൂടെ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ ചാർജ് കാണാൻ ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം ഇവിടെ 3ഉം സെയിം കപ്പാസിറ്റർ ആണ്, 3ഉം 9pf ആണ്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഡിഫറന്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണം 9 മറ്റേത് 10pf മറ്റേത് 20pf ആണെങ്കിൽ ടോട്ടൽ ചാർജ് കാണാൻ ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 കപ്പാസിറ്ററും സെയിം ആണ്, 3ഉം 9pf ആണ്. 3 കപ്പാസിറ്ററും സെയിം ആയതുകൊണ്ട് മാത്രമാണ് ഒരു കപ്പാസിറ്റർ അക്വയർ ചെയ്യുന്ന ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ 3 കപ്പാസിറ്ററും കൂടെ സ്റ്റോർ ചെയ്ത ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ 27 into 10 raised to minus 11 കൂളം into 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. 3 കപ്പാസിറ്ററും ഡിഫറന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 plus Q2 plus Q3. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ചാർജ് 3 കപ്പാസിറ്ററും കൂടെ അക്വയർ ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 plus Q2 plus Q3. നമുക്കറിയാം Q1 കാണാനുള്ള ഫോർമുല, Q കാണാനുള്ള ഫോർമുല C into V ആണെങ്കിൽ Q1 കാണാനുള്ള ഫോർമുല C1 into V. ഓക്കെ, പ്ലസ് Q2 കാണാനുള്ള ഫോർമുല C2 into V പ്ലസ് Q3 കാണാനുള്ള ഫോർമുല C3 into V. ഹിയർ ഇതിനകത്ത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് C1V പ്ലസ് C2V പ്ലസ് C3Vക്കകത്ത് നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മള് ഈ ഇക്വേഷനകത്ത് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ C1ന്റെ വാല്യൂ നമുക്കറിയാം 9pf ആണ്. pf എന്ന് പറഞ്ഞാൽ 10 raised to minus 12 ആണ്. അപ്പോൾ C1 പകരം 9 into 10 raised to minus 12, Vക്ക് പകരം 30 പ്ലസ് C2 പകരം C2 9pf ആണ്. C2 പകരം 9 into 10 raised to minus 12 into V 30 ആണ്. പ്ലസ് C3 9pf ആണ്. 9 into 10 raised to minus 12 into 30. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 3 9 into 10 raised to minus 12 ഉണ്ട്. ഓക്കെ, ഇവിടെ 9 into 10 raised to minus 12 ഉണ്ട്, ഇവിടെ 9 into 10 raised to minus 12 ഉണ്ട്, ഇവിടെ 9 into 10 raised to minus 12 ഉണ്ട്. So we can write this equation as 3 into 9 into 10 raised to minus 12 into 30. ഓക്കെ, ഇവിടെ 3 9 into 10 raised to minus 12 ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 into 9 into 10 raised to minus 12 എന്ന് എഴുതിയത് into this 30. ഓക്കെ, അപ്പോൾ this will get, ഇത് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 into 9 into 10 raised to minus 12 into 30 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 into 9 27, 27 into 3 81. ഓക്കെ, 81. ഈ 10 raised to minus 12ഉം ഇവിടുത്തെ 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 10 raised to minus 11 കിട്ടും. സോ വി ഗെറ്റ് ടോട്ടൽ
ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 81 into 10⁻⁻11 കൂളോം കിട്ടി. ഇതാണ് ടോട്ടൽ ചാർജ്. ഓക്കെ, ഇനി നമ്മള് അടുത്തതായിട്ട് പഠിക്കേണ്ടത്, അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ 3 കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എത്ര ആയിരിക്കും? 3 9pf കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മൂന്ന് 9pf കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ എത്ര വരും? കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. 1/C is equal to 1/C1 plus 1/C2 plus 1/C3. So 1/C is equal to 1/C1. C1 എത്രയാണ്? 9 plus 1/C2. ഓക്കെ, C2 എത്രയാണ്? 9pf plus 1/C3. C3 എത്രയാണ്? 9pf. Okay, so we will get 1/C is equal to 1/9 plus 1/9 plus 1/9. 1/9 plus 1/9 plus 1/9 എത്രയാണ്? 3/9. 3/9. Okay, so 1/C is equal to 3/9. അങ്ങനെയാണെങ്കിൽ സി കാണാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻവേഴ്സ് ചെയ്യണം. സോ സി ഇസ് ഈക്വൽ ടു 9/3. 9/3 എത്രയാണ്? 3pf. 9/3 എത്രയാണ്? 3pf. ഇനി നമ്മൾ കാണേണ്ടത് ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററുള്ള ചാർജ് കാണും. ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. In series combination, charge on each capacitor will be same. Charge on each capacitor will be same. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള ചാർജ് സെയിം ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയ ചാർജ് സെയിം ആയിരിക്കും. ചാർജ് കാണാനുള്ള ഫോർമുല Q is equal to C into V. C എത്രയാണ്? 9pf. 9 into 10⁻⁻12 into V എത്രയാണ്? 30. So we will get 27 into 10⁻⁻11 coulomb. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. എത്രയെന്ന് കിട്ടി? അത് കാണാനുള്ള ഫോർമുല Q is equal to C into V. C എന്ന് പറഞ്ഞാൽ 9pf ആണ്. 9 into 10⁻⁻12 into V എന്ന് പറഞ്ഞാൽ 30 ആണ്. So we will get 27 into 10⁻⁻11 coulomb. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.